വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാൻ വേണ്ടി തീരുമാനിക്കുന്ന വിവരമാണ് ഒടുവിലായി പുറത്തുവരുന്നത്. ശക്തമായിരിക്കുന്ന എതിർപ്പിന്റെയും പ്രതിരോധ രംഗത്ത് മുന്നേറാൻ വേണ്ടി സാധിക്കാത്തതിന്റെ പ്രയാസം വെസ്റ്റ് ബാങ്കിൽ അവരെ അലട്ടുന്നുണ്ട് എന്നും ഘട്ടം ഘട്ടമായ രീതിയിലുള്ള പിന്മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. നിലവിലെ സാഹചര്യം സങ്കീർണമാണ്. ഗസയ്ക്ക് തുല്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ വെസ്റ്റ് ബാങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത തന്നെ വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിരോധ രംഗത്ത് പാലസ്തീനികൾ വളരെ സജീവമായി മുന്നേറുന്ന ഒരു പ്രത്യേക സാഹചര്യം വെസ്റ്റ് ബാങ്കിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഇതിനു മുൻപ് ഉണ്ടാവാത്ത ഒരു കാര്യമാണ്. സമാന സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ട ഒരവസ്ഥ ഇസ്രായേൽ സൈന്യത്തിന് മുൻപ് ഉണ്ടായിട്ടില്ല. നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണമാണ്. ഗസയോട് തന്നെ തുല്യം ചെയ്യുന്ന രീതിയിലാണ് വെസ്റ്റ് ബാങ്കിലുള്ള ഇസ്രായേൽ സൈന്യത്തിനോടുള്ള പ്രതിരോധം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ സമീപനങ്ങളാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് പാലസ്തീനികൾ നേരിടുന്നത്. അത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഈ ലോക സൈനിക മേഖലയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന സൈനികർ ഇസ്രായേൽ സൈന്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത് ആരിൽ നിന്നോ പകർത്തി വാങ്ങിയതാണോ, അങ്ങനെ പകർന്നു കിട്ടിയതാണോ എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിലവിൽ ഹിറ്റ്ലറെ പിൻപറ്റുന്ന വിഭാഗമായി ജൂതന്മാർ മാറിയിരിക്കുകയാണ്. അഡോൾഫ് ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ജൂതവംശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള ക്രൂര പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും നടത്തിയ ഒരു ഭരണാധികാരിയാണ് ഹിറ്റ്ലർ എന്ന് ലോകം അടയാളപ്പെടുത്തിയതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്ന ഭരണാധികാരിയുടെ പേരും അഡോൾഫ് ഹിറ്റ്ലറിൻ്റെതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം അവിടെ കൊണ്ടുവന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദേശീയതയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാമുഖ്യം നൽകിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗമായിരിക്കുന്ന ജൂതന്മാരെ ഘട്ടം ഘട്ടമായി ദേശീയതയിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ളതായിരുന്നു. അതിന് ഒരുപാട് തന്ത്രങ്ങളും ഒരുപാട് നിയമാവലികളും പല ഘട്ടങ്ങളിലായി ജർമ്മൻ സർക്കാർ അവിടെ അനുവർത്തിച്ചു വന്നു. സർക്കാർ തലത്തിൽ നിന്ന് ജൂത വിഭാഗത്തെ ഇല്ലാതാക്കുക എന്നുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. പിന്നീട് ആരോഗ്യരംഗത്തും സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന സഹായങ്ങളിൽ നിന്ന് ഒഴിവാക്കിയും വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ മേഖലകളിൽ നിന്നെല്ലാം ജൂത വിഭാഗത്തെ ഒറ്റപ്പെടുത്തി. പിന്നീടുള്ള ഘട്ടം എന്ന് പറയുന്നത് ഭൂമി വാങ്ങാനും വിൽപ്പന നടത്താനും ജൂത വിഭാഗത്തിന് അധികാരമില്ലാത്ത രീതിയിലുള്ള പുതിയൊരു നിയമപരിഷ്കാരം കൊണ്ടുവന്നു. അങ്ങനെ ഏറെക്കുറെ ആ വിഭാഗത്തിന് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പ്രത്യേകപരമായിരിക്കുന്ന ഏരിയകളിലേക്ക് അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയും തുടർന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ക്രൂര ഭരണാധികാരിയുടെ വികൃതമായിരിക്കുന്ന മുഖവും രീതികളും ലോകം കാണുന്നത്. പിടിച്ചുകൊണ്ടുപോകുന്ന ജൂത വിഭാഗത്തിന് ക്രൂരമായിരിക്കുന്ന പീഡനങ്ങൾ നൽകുക, മൃതദേഹത്തിന്റെ അവയവങ്ങൾ പോലും കവർന്നെടുക്കുന്ന പ്രവൃത്തി ചെയ്യുക, JCB ഉപയോഗിച്ചുകൊണ്ട് എതിർക്കപ്പെടുന്ന ജൂത വിഭാഗത്തെ വീടുകളും അനുബന്ധമായിരിക്കുന്ന സ്ഥാപനങ്ങളും ഇല്ലാതാക്കുക, വംശീയമായ രീതിയിൽ കൂട്ടക്കൊല ചെയ്യാൻ പുതിയതായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക, ലൈംഗികപരമായിരിക്കുന്ന ക്രൂര പീഡനങ്ങളും പ്രവൃത്തികളും നടത്തുക, ലോകത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുക. എന്ന് വെച്ചാൽ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ ഹിറ്റ്ലറിന്റെ പ്രവൃത്തിയെയും ജർമ്മനിന്റെ സമീപന നിലപാടിനെയും എതിർത്താൽ അതിനൊന്നും വകവെക്കാത്ത രീതിയിൽ അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ തുടരുക. നീതിക്കെതിരെ അനീതി വിജയിച്ച കാലഘട്ടമാണ് 1940 അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ലോകം മുഴുവനും എതിർത്തിട്ടും വിമർശിച്ചിട്ടും അതിനൊന്നും പ്രത്യേകമായിരിക്കുന്ന ഗുണങ്ങളൊന്നുമില്ലാതെ ഘട്ടം ഘട്ടമായ രീതിയിൽ ജൂതവംശത്തെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തി അനുശോദ്യം അവിടെ തുടർന്നു വന്നു. 60 ലക്ഷം ജൂതന്മാരെങ്കിലും ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ കൊലപ്പെടുത്തി എന്നാണ് രേഖയിൽ പറയുന്നത്. അന്ന് ജീവിച്ചിരിക്കുന്ന ജൂത വിഭാഗത്തിലെ കേവലം 5% ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഹിറ്റ്ലർ കൊലപ്പെടുത്തി. 5% താൻ ബാക്കി വെക്കുന്നത് വരാൻ പോകുന്ന തലമുറ എന്തിനാണ് ജൂത വിഭാഗത്തെ താൻ കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു പരാമർശം കൂടി ഹിറ്റ്ലറിന്റെ ആത്മകഥയിൽ
രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് നമ്മളിവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ജൂത വിഭാഗം ഇസ്രായേലി സൈന്യം ചെയ്യുന്നു ഫലസ്തീനികളോട്. എന്തൊക്കെയായിരുന്നോ ഇസ്രായേലിനോട് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഭരണാധികാരി ചെയ്തത്, ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ ആ പ്രവർത്തനത്തിന്റെ അനുവർത്തനം അല്ലെങ്കിൽ ആവർത്തനം യഥാർത്ഥത്തിൽ പാലസ്തീനികളോട് ചെയ്യുന്നു. ക്രൂരമായിരിക്കുന്ന പീഡനങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു. മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന പ്രവൃത്തികൾ കാണുന്നു. JCB രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് പാലസ്തീനികളുടെ ബിൽഡിങ്ങുകൾ തകർക്കുന്നത് കാണുന്നുണ്ട്. വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിരന്തര സ്ഫോടനങ്ങൾ നടത്തുന്നു. ലൈംഗികമായിരിക്കുന്ന ക്രൂര പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. ലോകത്തെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഉണ്ട്. അങ്ങനെ ആർക്ക് എതിരെ ആര് ഏത് തരത്തിൽ സംസാരിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് മുൻപ് ഹിറ്റ്ലറിൽ നിന്ന് അവരനുഭവിച്ചതിന്റെ ഭാഗം അവർ ആവർത്തിച്ച് ചെയ്യുന്നുണ്ട്. അത് മുസ്ലിങ്ങളോടാണ് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പറഞ്ഞു വരുന്ന കാര്യം, അവരുടെ വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ ചെയ്തിരിക്കുന്ന ക്രൂരമായ പ്രവർത്തനത്തിന് ഇന്ന് അനുഭവിക്കുന്നത് പാലസ്തീനികൾ മുസ്ലിങ്ങളാണ് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾക്ക് ആ 1940 കാലഘട്ടത്തിലൊക്കെ ജൂതന്മാർ ഈ ഹിറ്റ്ലർ ചെയ്തിരിക്കുന്ന പ്രവർത്തികളെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതിന്റെ തനിയാവർത്തനം ഫോട്ടോ കോപ്പിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാലസ്തീനിൽ നടക്കുന്നത് എന്ന്. അപ്പോൾ ഈ ലോകത്തെ മുഴുവനും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടും അതിനെ കളിയാക്കിക്കൊണ്ടും ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും വകവെക്കാതെയുമുള്ള ക്രൂര പ്രവർത്തനമാണ് ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലേക്ക് അത് കയറിയതോടുകൂടിയാണ് ലോക രാജ്യങ്ങൾ ശക്തമായ രീതിയിൽ അതിൽ ഇടപെട്ടത്. അതിലാദ്യം ആ നിലപാട് പറഞ്ഞത് ചൈനയാണ്. ചൈന പറഞ്ഞ നിലപാട് എന്ന് പറഞ്ഞാൽ ഗസയെ പോലെയാക്കാൻ വേണ്ടി സാധിക്കുകയില്ല വെസ്റ്റ് ബാങ്കിനെ, തങ്ങൾ അതിൽ ഇടപെടും എന്ന രീതിയിലാണ്. അങ്ങനെ ലോകരാജ്യങ്ങൾ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇടപെടുന്ന സമയത്ത് രാഷ്ട്രീയമായ രീതിയിൽ അവർക്ക് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് തങ്ങൾ പിന്മാറാൻ വേണ്ടി തീരുമാനിക്കുകയും ജനീൻ എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന്, നഗരത്തിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നത്.